യെസ്, നാളെ വെളുപ്പിനെ 12:30 ആന്റണി ബാർസലോണയ്ക്ക് അഗെയിൻസ്റ്റ് ഒളിമ്പിക് മോഞ്ചൂറി കളിക്കാൻ ഇറങ്ങാൻ പോവാണ്. ആസ് പെർ ദ റിപ്പോർട്ട്സ് ആന്റണി സ്റ്റാർട്ട് ചെയ്യും, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ ആന്റണിയുടെ റയൽ ബെറ്റിസിന് അഗെയിൻസ്റ്റ് ബാർസലോണ ഇന്ന് രാത്രി, ടെക്നിക്കലി പറയാനാണ് നാളെ വെളുപ്പിനെ 12:30 ഇറങ്ങാൻ പോവാണ്. ക്രൂഷ്യൽ ഫിക്സ്ചർ ആണ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിൻസ് ജാനുവരി, ഇപ്പോൾ 2025 ആയതിനു ശേഷം ലലീഗയിലെ പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ബാർസലോണ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് റയൽ ബെറ്റിസ്. സോ ബാർസലോണ കഴിഞ്ഞാൽ ലലീഗയിൽ ഏറ്റവും കൂടുതൽ, സ്പാനിഷ് ലീഗിൽ ഏറ്റവും നല്ല ഫോമിൽ കളിക്കുന്ന ടീം റയൽ ബെറ്റിസ് ആണ്. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആ ഒരു റണ്ണിൽ അവർ റയൽ മാഡ്രിഡിനെ ഉൾപ്പെടെ 2-1 തോപ്പിച്ചാണ്. അത് ഡോമിനേറ്റ് ചെയ്ത് നല്ലപോലെ കളിച്ച് ജയിച്ചു തന്നെയാണ് ഇവർ ഈ ഒരു റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലത്തെ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ആന്റണിയുടെ പേര് എല്ലാവരും ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് ഒരു മീമായിട്ട് തുടങ്ങിയതാണ് അല്ലേ. ആന്റണി ജാനുവരിയിൽ റയൽ ബെറ്റിസ് വരുന്നു, ഗോട്ടാസ് ജോയിൻ ലലീഗ ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം മീമുകൾ നമ്മൾ കണ്ടു. പക്ഷെ ആ മീം ഇപ്പോൾ റിയാലിറ്റിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ പുള്ളി വന്നതിന് ശേഷം 11ാം സ്ഥാനത്ത് കിടന്ന ഒരു സൈഡ് ഇപ്പോൾ 6ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ആള് 2 ഗോളും 2 അസിസ്റ്റുമാണ് 8 ലലീഗ മാച്ചസിൽ നിന്ന് ഓവറോൾ നേടിയത്. പക്ഷെ എന്നാലും അതിലൊക്കെ ആ ഒരു റയൽ സൊസൈറ്റിയുടെ അഗേൻസ്റ്റ് ഒക്കെ ഒരു വോളിയൊക്കെ ഒരു ടോപ്പ് നോച്ച് ആയിട്ട് വരുന്നല്ലേ. സോ എന്തൊക്കെ പറഞ്ഞാലും ശരി, പുള്ളി അവിടെ വന്നൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പുള്ളി വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആണ്, പുള്ളിയാണ് മെയിൻ ഫാക്ടർ എന്ന് ഞാൻ പറയുന്നില്ല, വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് മറ്റ് ഫാക്ടേഴ്സിലോട്ടൊക്കെ കിടക്കാം. പക്ഷെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ആന്റണി വന്നതിന് ശേഷം അവിടെ അത്യാവശ്യം നല്ല റണ്ണിലാണ്. അവർക്കൊരു പോസിറ്റിവിറ്റി കാണാനായിട്ടുണ്ട്. മേ ബി ഇസ്കോ ഒക്കെ മാച്ചിന് ശേഷം വന്ന് പറയുന്നു ആന്റണീനെ പെർമനന്റ് ആക്കാനായിട്ട് നമുക്കൊരു ക്രൗഡ് ഫണ്ടിങ് ചെയ്യണമെന്നൊക്കെ ആൾ പറയുകയാണ്. സോ ഒരു പോസിറ്റീവ് എനർജി ആന്റണി വന്നതിന് ശേഷം ഇസ്കോ ആണെങ്കിലും ജീസസ് റോഡ്രിഗസ് ആണെങ്കിലും കർലോസ് ആണെങ്കിലും അൾട്ടിമേർ ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് അവർ അപ്പ് ചെയ്യുവാണ്. ടീം ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാണ്. നമുക്കറിയാം പെലിഗ്രീനി ഈസ് എ ടോപ്പ് കോച്ച് അല്ലേ. പുള്ളി മാഞ്ചസ്റ്റർ സിറ്റിനെ വെച്ച് ടൈറ്റിൽ നേടി, പ്രീമിയർ ലീഗ് നേടിക്കൊടുത്ത ആളാണ്. ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് വരുന്ന സമയത്ത് മാഡ്രിഡിന്റെ കോച്ചാണ്. സോ പുള്ളി ഒരു ടോപ്പ് കോച്ചാണ്. ഇപ്പം ബെറ്റിസിലാണ് ആൾ നിൽക്കുന്നത്. ബെറ്റിസിൽ നമ്മൾ നോക്കാനായിട്ട് വർഷങ്ങളായിട്ട് പുള്ളി അവിടെ നല്ലൊരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആസ് എ കോച്ച്. സോ റയൽ ബെറ്റിസ് സിൻസ് ആന്റണി വന്നതിന് ശേഷം ലലീഗയിലെ ബാർസ കഴിഞ്ഞാൽ ഏറ്റവും ഹോട്ട് ഫോമിൽ നിൽക്കുന്ന സൈഡ്. സോ ഇന്നത്തെ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ആന്റണി ഓറേനെ നമ്മൾ പേടിക്കണം, മോശമല്ല, ഇറ്റ്സ് ഡേഞ്ചറസ് തന്നെയാണ് ആന്റണിയുടെ കാര്യത്തിൽ വരുമ്പോൾ, സമ്മതിച്ചു. പക്ഷെ അപ്പുറത്ത് അവർക്ക് ആന്റണി ഉണ്ടെങ്കിൽ ഞങ്ങൾ ബാർസലോണയ്ക്കും ഒരു വജ്രായുധമുണ്ട്. ഏത് ആടിനെയും ഒറ്റ അറ്റാക്കിന് തീർക്കാൻ പറ്റുന്ന ഒരു വജ്രായുധം. സോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഷാർക്ക് വേഴ്സസ് ആന്റണി ബാറ്റിലായിട്ട് ഇത് പലരും കാണുന്നുണ്ട്. ഇവന്തോ ഒരു ട്രോളായിട്ട് ഈ സീസൺ സ്റ്റാർട്ടിൽ 2 ട്രോൾ മെറ്റീരിയൽസ് ആയിരുന്നു, ആന്റണിയും ഫെറാൻ ടോറസ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അവിടെ നിന്ന് ഇപ്പം നോക്കാനായിട്ടാണെങ്കിൽ ആന്റണി ഈസ് പെർഫോമിങ് സൂപ്പർ, ഫെറാൻ ടോറസ് ഈസ് പെർഫോമിങ്. ഇവൻ ബാർസയുടെ ഏറ്റവും റെഡ് ഹോട്ട് ഫോമിൽ നിൽക്കുന്ന പ്ലെയർ എന്ന് വേണം ആർഗ്യം. ആ രീതിയിൽ ഫെറാൻ ടോറസ് മാറിയിട്ടുണ്ട്. സോ ആന്റണി വേഴ്സസ് ഫെറാൻ ടോറസ് ഒരു ട്രോൾ ബാറ്റിലിൽ നിന്നും ഒരു എപ്പിക് ബാറ്റിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ. സോ വിറ്റ്നസ് ദസ് എപ്പിക് ബാറ്റിൽ ഇന്ന് ഫെറാൻ ടോറസ് സ്റ്റാർട്ട് ചെയ്യുന്ന റൂമറുകളുണ്ട്. ആന്റണി ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു സ്റ്റാർട്ട്. സോ ഇന്നത്തെ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ റയൽ ബെറ്റിസിനെ എങ്ങനെയാണ് പേടിക്കേണ്ടത്? റയൽ ബെറ്റിസ് ടീം എങ്ങനെയുണ്ട്? റയൽ ബെറ്റിസിൽ ആന്റണി ആണോ ബിഗ്ഗസ്റ്റ് ത്രെഡ്? ആന്റണി വൺ ഓഫ് ദ ത്രെഡ് ആണ്. ബട്ട് റയൽ ബെറ്റിസിന്റെ ബിഗ്ഗസ്റ്റ് ത്രെഡ് ആരാന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഇസ്കോ നമുക്കറിയാം റയൽ മാഡ്രിഡിൽ ഒരു 3 ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചപ്പം ക്രൂഷ്യൽ റോൾ വഹിച്ചാണ് ഇസ്കോ ആ ഒരു ടൈമിലൊക്കെ. പിന്നീട് റയൽ മാഡ്രിഡ് വരുന്നു, ആൾ സെവിയെ പോകുന്നു, അവിടെ ആളൊരു ഫ്ലോപ്പ് ആവുന്നു. അവിടുന്ന് യൂണിയൻ ബെർലിനുമായിട്ട് നമ്മൾ നോക്കാനായിട്ടാണ് ഒരു ഡീൽ അഗ്രി ചെയ്യുന്നു. പക്ഷേ അത് ലാസ്റ്റ് മൂമെന്റ് ബ്രേക്ക് ആവുന്നു. ക്ലബ് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പുള്ളിനെ റയൽ ബെറ്റിസ് ഏറ്റെടുക്കുന്നു. ബെറ്റിസും അധികം എന്താ പറയുക കോൺഫിഡൻ്റ് അല്ലായിരുന്നു. പക്ഷേ ബെറ്റിസി വന്നതിന് ശേഷം പുള്ളി ഒരു 1.5 പെർഫോമൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2027 വരെ ഇപ്പോൾ ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. സോ പിച്ചിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ ടീമിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഈവൻ റയൽ മാഡ്രിഡ് മാച്ച് കണ്ടവർക്കും അറിയാം, ഇറ്റ്സ് ഇസ്കോ. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആന്റണീനെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇസ്കോ. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ഇസ്കോ അവൈലബിൾ അല്ല. അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ്സ് കാരണം സസ്പെൻഡഡ് ആണ്. അത് ഹ്യൂജ് റിലീഫാണ് ബാർസലോണയ്ക്ക്. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇസ്കോ ആണ് അവരുടെ എഞ്ചിൻ. ഇസ്കോയിലൂടെയാണ് അവരുടെ എഞ്ചിൻ വർക്കാവുന്നത്. സോ ആന്റണിക്ക് ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് എടുക്കേണ്ട വരും ജീസസ് റോഡ്രിഗസിനും ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്ന് ഇസ്കോയ്ക്ക് പകരം മിക്കവാറും ലൊസെൽസോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് കാണുന്നത്. ലൊസെൽസോ അവൈലബിൾ ആണ്. സോ ലൊസെൽസോ മിക്കവാറും ഇന്ന് ഇസ്കോയുടെ സ്ഥാനത്ത് സ്റ്റാർട്ട് ചെയ്യും. സോ ഇസ്കോ ലെവൽ പെർഫോമൻസ് എന്തായാലും ലൊസെൽസോയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ലൊസെൽസോ ഫോമിലാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. ബട്ട് ഇസ്കോ ഇല്ലാത്ത ഡെഫിനറ്റ്ലി നമുക്കൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ജീസസ് റോഡ്രിഗസ് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളിക്കുന്ന
19 വയസ്സുകാരനായ വിങ്ങർ. പുള്ളി ഒരു കോൺസ്റ്റന്റ് ത്രെട്ടാണ്. വാച്ച് ഔട്ട് ഫോർ മേ ബി 2 or 3 ഇയേഴ്സിനുള്ളിൽ ലീഗ് എന്ന് വരുന്ന നെക്സ്റ്റ് ബിഗ് തിങ്. ഇപ്പം നിക്കോ വില്യംസിന്റെ കാര്യം പറയുന്ന ഒരു നെക്സ്റ്റ് ബിഗ് തിങ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ജീസസ് റോഡ്രിഗസ്, ഈവൻ മാഡ്രിഡ് മാച്ച് കണ്ടവർക്ക് അറിയാം, ഹി വാസ് റിയലി ഇംപ്രസീവ്. സോ കുണ്ടെ എങ്ങനെ ജീസസ് റോഡ്രിഗസിനെ മാനേജ് ചെയ്യും? കാരണം കുണ്ടെ നമുക്കറിയാം അത്യാവശ്യം കയറിപ്പോകും. അത് നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ച് കുണ്ടെ യമാൽ കമ്പൈൻ ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡ് മിക്കവാറും നമ്മൾ എക്സ്പോസ്ഡ് ആവാറുണ്ട്. അത് കയറിപ്പോകും, അവിടെ സ്പേസസ് ഓപ്പൺ അപ്പ് ആവാറുണ്ട്. സോ ആ കുണ്ടെ ജീസസ് റോഡ്രിഗസിന് ഒരല്പം സ്പേസ് കൊടുത്താൽ ഇമ്പോസിബിൾ ആയിരിക്കും ക്യാച്ച് ചെയ്യും. കാരണം അന്യായ പേസുള്ള പ്ലെയറാണ്. സോ കുണ്ടെ ഹാസ് ടു ബി എ ബിറ്റ് അവെയർ ഓഫ് ദാറ്റ്. അതുപോലെ തന്നെ അവരുടെ മിഡ്ഫീൽഡ് ബാറ്റിൽ ഞാൻ ഈഗർലി നോക്കിയിരിക്കുന്ന കാര്യമാണ്. കാരണം കാർഡോസോയും അൾട്ടമീര അടങ്ങുന്ന ആ ഒരു ഡ്യൂ ഉണ്ടല്ലോ, ആ ഒരു മിഡ്ഫീൽഡ് ഡ്യൂ, അവർ ഒരു 1.5 ഐറ്റമാണ്. ഓൺലി ലലീഗയിലെ ഏറ്റവും ബോൾ വിന്നിങ് അബിലിറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡ് ഡ്യൂ ആണ് കാർഡോസോയും അൾട്ടമീരയും. സോ അവർക്ക് അഗേൻസ്റ്റ് പെഡ്രി, ഫ്രാങ്കി ഡിയോ, മേ ബി ഫെർമിൻ ലോപ്പസ് ആവാം, ഗ്യാവി ആവാം, പൂവർ സ്റ്റാർട്സ്. മെയിൻലി പെഡ്രി വേഴ്സസ് ഫ്രാങ്കി ഡിയോ. നമുക്കറിയാം, നമുക്ക് പെഡ്രിയും ഫ്രാങ്കി ഡിയോയും പിച്ചിലുള്ളപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. മേ ബി 2, 3, 4 ഓപ്പോണന്റ് പ്ലേയേഴ്സിനെ അവർ ടേക്ക് ചെയ്യും. നമ്മൾ ആ ഒരു റിസ്ക് ഫാക്ടർ എടുക്കും. നമ്മുടെ അറ്റാക്കേഴ്സ് ഫ്രണ്ടിലോട്ട് റണ്ണ് നടത്തും. ഇവർ മേ ബി ഒരു 3 ഒപ്പോണന്റ് 3 മിഡ്ഫീൽഡേഴ്സ് പ്രസ് ചെയ്യാൻ വന്നാൽ ഇവർ രണ്ടുപേരും കൂടി ആ പ്ലസ് ബീറ്റ് ചെയ്ത് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ബട്ട് അൾട്ടമീരയും കാർഡോസോയുടെയും എന്നാ പറയുക, ബോൾ വിന്നിങ് അബിലിറ്റി, പ്രസ്സിങ് അബിലിറ്റി, അവരുടെ അഗ്രഷൻ, അത് പെട്രിക്കും ഫ്രാങ്കിക്കും ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ടെസ്റ്റ് തന്നെയായിരിക്കും. അത് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ എങ്ങനെ പെട്രിയും ഫ്രാങ്കിഡിയും ഓവർകം ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഐ എം കോൺഫിഡൻറ്റ് ഇൻ ദം, അവർ സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതൊരു നല്ല ടെസ്റ്റാണ്. അതായത് ഒരു നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ബിഗ് മാച്ചുള്ളവരാണ്, മഡ്രിഡ് മാച്ച് വരുന്നുണ്ട്, അത്ലറ്റിക് ക്ലബ് മാച്ചുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. സോ അതിനൊക്കെ മുമ്പ് പ്രോബബ്ലി വേൾഡ് ഫുട്ബോളിൽ തന്നെ ഞാൻ പറയാം മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഡ്യൂ ആണ് ഇവർ മിഡ്ഫീൽഡ്. സോ യുവമാർക്ക് അഗെയിൻസ്റ്റ് എങ്ങനെ ഫ്രാങ്കിയും പെട്രിയും പെർഫോം ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. മേ ബി അവരുടെ അഗ്രഷനോടെ പെട്രിയും ഫ്രാങ്കിയും കൂടെ ബീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. അതോടൊപ്പം ആന്റണിയൊക്കെ വർക്ക് ലോഡ്, ജീസസ് റോഡ്രിഗസ് ഒക്കെ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കാതെ യാതൊരു ഡൗട്ടും ഇല്ല. സോ ബെറ്റിസ് നമുക്കറിയാം, അവർക്ക് അഗേൻസ്റ്റ് അധികം പതുങ്ങരുത്. ദേ ലൈക്ക് ടു പ്ലേ പോസിറ്റീവ് ഫുട്ബോൾ. അവർ അഗ്രസീവ്ലി പ്രസ് ചെയ്ത് ഹൈലി വന്ന് ബോൾ റിക്കവർ ചെയ്ത്, എസ്പെഷ്യലി അവരൊരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ സൂപ്പർബാണ്. സോ നമ്മളൊരു ലോ ബ്ലോക്കിലൂടെ നമ്മൾ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പം പ്രോപ്പർ ഗെയിം മാനേജ്മെന്റ് ലീഡ് എടുത്താൽ എങ്ങനെ ഗെയിം മാനേജ് ചെയ്യാം, ബോൾ കീപ്പ് ചെയ്യാം, മിഡ് ബ്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, അതൊക്കെ നമ്മളിപ്പം ഓരോ മാച്ച് കഴിയുന്നതോറും സെറ്റാക്കി വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അഗ്രസീവ്ലി തന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, ജസ്റ്റ് അറ്റാക്ക് ദം. വൾണറബിലിറ്റി ഉണ്ട് ബെറ്റിസിൽ, ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിലിറ്റി ഉണ്ട്. നമ്മളത് എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഹോം മാച്ചുകളാണ്. ഇതിനു മുമ്പ് ഈ സീസണിൽ 2 മാച്ചുകളാണ് ഇവർ തമ്മിൽ നേരിട്ടത്. അതിലെ ഫസ്റ്റ് ലലീഗ നടന്ന എവേ മത്സരത്തിൽ നമ്മൾ 2-2 സമനില വഴങ്ങുമായിരുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽസ് ഓഫ് കോപ്പ ഡെൽ റേയിൽ നമ്മൾ 5-1 അവരെ ആധികാരികമായി തോപ്പിച്ച് തന്നെ വിട്ടു. സോ ലെറ്റ്സ് സീ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മത്സരത്തിൽ ഓവറോൾ തോന്നുന്നതെന്ന് പറയാം. ഐ തിങ്ക് ഈ ഒരു മത്സരം ക്രൂഷ്യൽ മാച്ച് ആവാം. ലലീഗയിൽ ഏറ്റവും ഇൻ ഹോട്ട് ഫോം നിൽക്കുന്ന ഒരു സൈഡാണ് ബാർസലോണ കഴിഞ്ഞത്. സോ ഇന്നത്തെ മാച്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക. ഈവൻ ഇഫ് 2 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് ഡ്രോ ആയി 2 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താലും ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് us. കാരണം കണ്ടിന്യൂസ് ഫിക്സ്റ്റേഴ്സ് വരുവാണ്. മഡ്രിഡ് വലൻസിയയ്ക്ക് അഗേൻസ്റ്റ് ഇന്ത്യൻ സമയം 7:45 കളിക്കുന്നുണ്ട്. സോ അവർ ആ കളി ജയിക്കുവാണെങ്കിൽ ബാർസലോണയ്ക്കൊപ്പം പോയിന്റ് ടേബിളിൽ എത്തും. വലൻസിയ ഇപ്പം റെലഗേഷൻ ഫോം നിൽക്കുന്ന ഒരു സൈഡാണ്. സോ അവർ ഡ്രെഡ്ഫുൾ ആണ്. ഐ തിങ്ക് ഹോമിലും കൂടാണ്. ഈവൻ ദോ തേർഡ് ചോയ്സ് കീപ്പറിനെയാണ് റയൽ ഇറക്കുന്നതെങ്കിലും ഐ തിങ്ക് വലൻസിയ ആ 0 ചാൻസ് അഗേൻസ്റ്റ് മഡ്രിഡ് ആസ് ഓഫ് നൗ പേഴ്സണലി എനിക്ക് തോന്നുന്നൊരു കാര്യം. സോ ഒരു 3 പോയിന്റ്സ് നേടുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ബാർസലോണ ഹാസ് ടു ബി എന്നാ പറയുക പോസിറ്റീവായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം പോയിന്റ്സ് ടേബിളിൽ ഈക്വൽ ആവും, നമ്മുടെ മേൽ പ്രഷർ കാണും. വി ഹാവ് ടു കണ്ടിന്യൂ ദ മൊമെൻറ്റം. കാരണം ഇനിയും മാച്ചുകൾ വരുന്നത് വലഡിയോളുടെ എവേ കളിക്കാനായിട്ടുണ്ട്, മയോർക്ക, എസ്പാനിയോടെ എവേ കളിക്കാനുണ്ട്, വിച്ച് ഈസ് ഓൾവേസ് എ ഡിഫിക്കൽട്ട് ഫിക്സ്ചർ. അവർ അത്ലറ്റിക് ക്ലബിന് അഗേൻസ്റ്റ് എവേ ആണ് നമ്മുടെ ലാസ്റ്റ് മാച്ച്. സോ ലലീഗ ടൈറ്റൽ റേസ് എന്തായാലും ലാസ്റ്റ് മാച്ചിലോട്ട് പോകും. പിന്നെ മഡ്രിഡ് മാച്ച് അതിന് തൊട്ട് മുമ്പ് വരുന്നുണ്ട്. സോ ഒരു പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ആ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇന്നത്തെ മാച്ച് 3 പോയിന്റ്സ് ദാറ്റ് ഷുഡ് ബി അവർ എയിം. എങ്ങനെയും ബ്ലോക്ക് ചെയ്യുക അവരുടെ അറ്റാക്കേഴ്സിനെ, എസ്പെഷ്യലി അവരുടെ മിഡ്ഫീൽഡിലെ അൾട്ടമീറ, കാർഡോസോ ഡ്യൂയോനെ നള്ളിഫൈ ചെയ്യാൻ സാധിച്ചാൽ ബെറ്റിസ് കുറച്ച് ഇൻഎഫക്റ്റീവ് ആവും. കാരണം ദേ ആർ ഹ്യൂജ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് ഡ്യൂയോ. അൾട്ടിമേര, കാർഡോസോ, എസ്പെഷ്യലി കാർഡോസോയുടെ അൾട്ടിമേരയുടെ ബോൾ വിന്നിങ് അബിലിറ്റി ആൻഡ് ദർ ബോൾ ക്യാരിങ് അബിലിറ്റി, രണ്ടുപേരും ബോൾ ക്യാരിങ് അബിലിറ്റി അണ്ടർ റേറ്റഡ് ആണ്. ഇസ്കോയും കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി അവർ ആ മിഡ്ഫീൽഡിനെ നള്ളിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. ആ കാര്യത്തിൽ യാതൊരു ഇപ്പം എന്താ ലോസൽസോ സ്റ്റാർട്ട് ചെയ്താലും ലോസൽസോ ത്രെട്ടാണ് എല്ലാമാണ്. ബട്ട് ഇസ്കോ ഇല്ലാത്തത് അവരുടെ ടീമിനെ ബാധിക്കും. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ നമ്മളത് മൊമെൻറ്റം ക്യാപിറ്റലൈസ് ചെയ്യുക. 3 പോയിന്റ്സ് അതിൽ കുറഞ്ഞൊന്നുമില്ല. ബാർസലോണ ഇന്നത്തെ മാച്ച് ഫെറാൻ ടോറസിനെ സ്റ്റാർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ട്. മിക്കവാറും യമാലിൽ എന്നാ പറയുക റെസ്റ്റ് കൊടുത്തേക്കാം. കാരണം ലാസ്റ്റ് മാച്ചുകളെല്ലാം ഫുൾ മാച്ച് കളിക്കുന്നുണ്ട്. ആൾ ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടു ചെറിയൊരു ഇഞ്ചറി, കോപ്പ ഡെൽ റേ മാച്ചിൽ ലാസ്റ്റ് ചെറിയൊരു നോക്ക് കിട്ടി, ചെറിയൊരു സ്ട്രെയിനും വെച്ചാണ് ആൾ മാച്ച് കളിച്ചത് അവസാനമൊക്കെ. സോ അത്
വർറിങ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇനീഗോ മാർട്ടിനസ് ഇന്ന് റെസ്റ്റഡ് ആയിരിക്കും. ഇനീഗോ മാർട്ടിനസിനും ലാസ്റ്റ് മാച്ചിൽ നമ്മളുണ്ട് ഹാംസ്ട്രിങ്ങിന് ചെറിയൊരു പ്രോബ്ലം ആയിട്ടാണ് ആൾ ഗെയിം ഫിനിഷ് ചെയ്തത്. സോ ഇനീഗോ മാർട്ടിനസ് ചിലപ്പോൾ റെസ്റ്റഡ് ആയിരിക്കും. എറിക് ഗാർഷ്യയും പാവ് കുബാർസി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാവുന്ന റിപ്പോർട്ടുകളുണ്ട്. സോ ലെറ്റ് സി. മിക്കവാറും ഇന്ന് ഗ്യാവിക്ക് സ്റ്റാർട്ട് കിട്ടും. ഫെർമിൻ ബെഞ്ചിൽ പോകുന്ന റൂമറുകളുണ്ട്. സോ ലെവൻഡോസ്കി റഫീന ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്. യമാനിന്റെ സ്ഥാനത്ത് ഫെറാൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഗ്യാവി മൈറ്റ് സ്റ്റാർട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഫെർമിൻ ലോപ്പസ്. ആൻഡ് ഇനീഗോ മാർട്ടിനസിന്റെ സ്ഥാനത്ത് എറിക് ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. നമ്മുടെ ജൂൾസ് കുണ്ടെ കോൺസിക്യൂട്ടീവായിട്ട് 99 ഗെയിംസ് ഇപ്പോൾ കളിച്ച് നിൽക്കുകയാണ്. അതാണ് 100 അടിക്കുക. ആൾക്ക് റെസ്റ്റ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇന്നും നാളെയും അടുപ്പിച്ച് 7 ദിവസം മാച്ചുകളുണ്ടെങ്കിലും കുണ്ടെ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ദോസ് 7 മാച്ചസ്. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ബാർസയിൽ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത്? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.